ഹലോ ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രീൻ ചട്നിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ദിസ് ഇസ് ദിനേസ് ഓണിയൻ. വെൽക്കം ടു അവർ ദിനേസ് വേൾഡ്. ഒരു പിടി മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മല്ലിയിലയും പുതിനയിലും ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ മല്ലിയില മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയൊരു ലെമൺ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് സവാള, അതുപോലെ തന്നെ കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. നാളികേരത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ ജീരകവും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇഷ്ടമുണ്ടെങ്കിൽ ഫ്ലേവറുകൾ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു സ്പൂൺ നാളികേരം എടുത്തിട്ടുള്ളൂ. ആ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരത്തിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ. അതുപോലെ ഇഞ്ചിയും പച്ചമുളകും സവാളയും പിന്നെ നമ്മൾ എടുത്ത് വെച്ച ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എരിവും പുളിയും അതുപോലെ തന്നെ മധുരവും ഒക്കെ സമമായിട്ട് വരണം. ഈ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ നോർത്ത് ഇന്ത്യൻ ഫുഡും വെറൈറ്റി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ ഒരു ചട്നി ഇഷ്ടപ്പെടുക. അതുപോലെ കുബൂസ്, അൽഫാം, മന്തിയുടെ കൂടെയൊക്കെ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്ന ചട്നിയാണ് ഈ ഒരു മല്ലിയില ചട്നി. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർ ചട്നി തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.